ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ ആ പാവനൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗീതു ആ ഓഡിയോയ്ക്ക് റിപ്ലൈ ആയിട്ട് 1000 വട്ടം സമ്മതം കണ്ണേട്ടാ എന്ന് പറഞ്ഞ് വെള്ളോട്ട് ഇറങ്ങി തുള്ളിച്ചാടുവാണ് കേട്ടോ. ആ വഴിയിലാണെന്നൊന്നും നോക്കുന്നില്ല. ഗീതു അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുവാണ്. ഗോവിന്ദ് ആ സമയത്ത് ഹാളിലോട്ട് ഇറങ്ങി വന്ന് ഡാൻസ് ചെയ്ത് ഗോവിന്ദം വെള്ളോട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. വഴിയെ പോകുന്ന ഒരു മുത്തശ്ശൻ ചോദിക്കുവാണ്, മോളല്ലേ മറ്റേ കൊച്ച് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗീതു, ഏത് കൊച്ച്? ഇന്ന് രാവിലെ പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്, ഇന്ന് ചാടിപ്പോയ കൊച്ച് മോളാന്ന് മോളുടെ ചാട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗീതു നാണം കെട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗീതു വണ്ടി എടുത്ത് ഒരു പാലം ക്രോസ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് ഗോവിന്ദു ആ പാലം ക്രോസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും പരസ്പരം വണ്ടി ക്രോസ് ചെയ്യുന്ന കണ്ട് ആ പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് വണ്ടി നിർത്തിയിട്ട് രണ്ടുപേരും കാണുമ്പോൾ ഓടി അടുത്തോട്ട് ചെല്ലുവാണ് കേട്ടോ. കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, ഒരകലത്തിലിങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം ഇത് പറയാൻ വേണ്ടി ഞാൻ നടന്നു, ഇനി ഇത് മുൻകൈ എടുക്കേണ്ടത് ഗോവിന്ദനല്ലേ, ഇത്ര ഇഷ്ടം ഉണ്ടായിട്ടാണോ പറയാതിരുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നു, എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു, ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പേ പറയണമായിരുന്നു, പക്ഷെ നിൻ്റെ മനസ്സിലപ്പോൾ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതൊക്കെ എന്തിനാണ് പറയുന്നത്, എനിക്ക് ഗോവിന്ദേട്ടനെ ഇഷ്ടമായിരുന്നു. ഗോവിന്ദേട്ടൻ അപ്പോൾ ഒരു ഒടുക്കത്തെ പ്രതിജ്ഞ എടുത്തില്ല, രാധികാമ്മയോട് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് പറയാനാ, ഒരു തേപിടിച്ചീനെ വഴിയെ നടക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിയാൽ പോലും എന്നെ കെട്ടില്ല എന്നൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുവാണ് കേട്ടോ. അതെന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് ഗോവിന്ദൻ്റെ ഷർട്ടിൽ കയറി പിടിച്ച് ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ പറയുകയാണെ, അത് തെറ്റായിപ്പോയി ഞാൻ പറഞ്ഞത്, അപ്പം നിന്നെ പണം കൊടുത്ത് മേടിച്ചു എന്ന് പറഞ്ഞ വിഷമത്തിൽ ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പം ഗീതുവും പറയുന്നുണ്ട്, സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എത്ര തവണ എൻ്റെ ഇഷ്ടം പറയാൻ വേണ്ടി നോക്കി എന്ന് ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളും രേഖേനെ പറഞ്ഞു വിട്ടതും ഓരോ തവണ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും ഒക്കെ ഗീതു ഇങ്ങനെ എണ്ണി എണ്ണി പറയുവാണ്. അപ്പം ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, അപ്പം എന്നെ ഡിവോഴ്സ് ചെയ്യാമെന്നും പറഞ്ഞ് ഇറക്കി, വീട്ടിൽ നിന്ന് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു, പിന്നെ ഞാനിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാനും നീ ആ ഡിവോഴ്സിൻ്റെ സമയത്ത് കേസ് ജയിച്ചപ്പോൾ എന്തോരം സന്തോഷിച്ചു മനസ്സുകൊണ്ടെന്ന് നിനക്കറിയാവോ, ഞാനും കുറേ തവണ പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്, അങ്ങനെ ഓരോ പറയാനുള്ള ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കള്ളു കുടിച്ച് നിൻ്റെ അടുത്ത് വന്ന് പറയാൻ വേണ്ടി തുടങ്ങി, ഇനിയും കുടിക്കും, നിന്നോട് ഇഷ്ടമെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ധൈര്യം കിട്ടാൻ വേണ്ടി ഇനിയും കുടിക്കും എന്ന് പറയണം കേട്ടോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, പറഞ്ഞുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും എളുപ്പം, പറ്റുമെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് നീ ജീവിച്ച് കാണിക്കുന്ന ഗോവിന്ദും ഭർത്താവായിട്ട് എന്നാൽ ജീവിച്ച് കാണിക്കുന്ന ഗീതവും വെല്ലുവിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് അവർ പരസ്പരം പറയുന്നുണ്ട്, നമ്മുടെ പ്രപ്പോസൽ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതാണ് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഹൈലൈറ്റ്, നമ്മളിങ്ങനെ ആയിരിക്കും, നമ്മുടെ പ്രപ്പോസലും നമ്മുടെ ബന്ധം ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ പാലത്തിൽ നിന്ന്. അത് കണ്ട് 2 പോലീസുകാരങ്ങ് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടാ സമൂഹത്തിൽ നല്ല മാന്യരാന്ന് തോന്നുന്നുണ്ടല്ലോ, ഇവിടെ താഴെ 2000 രൂപയ്ക്ക് ഒരിടത്ത് മുറി കിട്ടും, അവിടെ പോയി മുറി എടുത്ത് ഇതൊക്കെ ആവാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗീതുവരാണ്, അയ്യേ ഇനി ഞങ്ങൾ ശരിക്കും ഭാര്യയും ഭർത്താവുക എന്ന് പറഞ്ഞ് താലിമാല പൊക്കി കാണിക്കുവാണ്. അപ്പോഴത്തേക്കും ആ പോലീസുകാർ പറയുന്നുണ്ട്, ഇവിടെ വരുന്ന എല്ലാവരും ആരുടെയിലൊക്കെ ഭാര്യയും ഭർത്താവുക എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതങ്ങനെയല്ല, ഞങ്ങൾ സ്വന്തം ഭാര്യയും ഭർത്താവുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ വീട്ടിൽ പോകാൻ പാടില്ല, ഈ വഴി നിന്ന് വേണോ കെട്ടിപ്പിടിക്കാമെന്ന് ചോദിക്കുവാണ്. അത് കേൾക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ ചമ്മി പോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, പോവാന്ന് പറയുവാണ്. പോലീസുകാർ എന്നിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. എന്നിട്ട് ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, അജാസിനെ വിട്ട് ആ വണ്ടി ഞാൻ എടുപ്പിച്ചോളാം, നീ എൻ്റെ കൂടെ വാ, ഇനി നീ എന്നും എൻ്റെ കൂടെ ആയിരിക്കും പോകുന്നതെന്ന് പറഞ്ഞ് ഗീതുവിനെ വണ്ടിയിൽ കൂടെ കയറ്റുവാണ് കേട്ടോ. അപ്പം ഗീതു അവിടെ ഹാൻഡ് റെസ്റ്റിന് അവിടെ കൈ വെക്കാൻ നേരത്ത് ഗോവിന്ദ് ഇങ്ങനെ കയ്യെ തൊടാൻ വേണ്ടി വരുവാണ്. അപ്പം ഗീതു പറയുന്നുണ്ട്, പറ്റുമെങ്കിൽ എൻ്റെ കയ്യെ തൊടുന്നു പറഞ്ഞ് കൈ എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ഗീതു കൈ അവിടെ വെക്കുമ്പോൾ ഗോവിന്ദ് വീണ്ടും പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ കൈ ചെന്ന് ഹാൻഡ് റെസ്റ്റിനിട്ട് കൊള്ളുവാണ്. അപ്പോൾ ഗോവിന്ദ് വേദന എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു ഒരു ഉമ്മ കൊടുക്കണം കേട്ടോ. ഇപ്പം വേദന പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഗീതുവിന് ദേഷ്യം വന്ന് ഗോവിന്ദിൻ്റെ കൈകിട്ട് ഇങ്ങനെ അടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് വീണ്ടും ഇപ്പോഴും വേദന എടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴും വീണ്ടും പാവം തോന്നിയിട്ട് ഗീതു അടിച്ചോടത്തൊരു ഉമ്മ കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് അവിടെ വണ്ടി നിർത്തുവാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണേ, ഇത് കുറേ നേരമായല്ലോ, എന്നാൽ ശരിക്കും ഒരു ഉമ്മ ഇങ്ങനെ തന്നേ എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ ഗീതു നമ്മുടെ ഗോവിന്ദന് ഉമ്മ കൊടുക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.